ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഈ ഒരു ബോട്ടിലുണ്ട്, ഒരു വാട്ടർ ബോട്ടിൽ റോക്കറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഈ കണ്ടതെല്ലാമാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. അപ്പം നമുക്കിനി വർക്കിലേക്ക് കടന്നാലോ. ആദ്യം നമ്മൾ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്യുക. നമ്മൾ പിന്നെ ഒരു വോൾ ട്യൂബ് എടുത്ത് അതിൻ്റെ ആ ഒരു സാധനം മാറ്റി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ആ ക്യാപ്പ് ഊരി അത് മാർക്ക് ചെയ്യുക. കറക്റ്റ് സ്ഥലം മാർക്ക് ചെയ്യണം. കറക്റ്റ് ആ ഒരു മിഡ് പോയിന്റിൽ തന്നെ അത് വരണം. ഏകദേശം ഞാൻ അത് മാർക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ചെറുതായിട്ട് ഹോൾ ഇടണം. ജസ്റ്റ് വാൾ ട്യൂബ് ഒന്ന് കയറിയിരിക്കുന്ന രീതിയിൽ കാറ്റൊട്ടും വെളിയിൽ പോകാൻ പാടില്ല. കാറ്റ് വെളിയിൽ പോകാത്ത രീതിയിൽ വോൾ ട്യൂബ് കയറിയിരിക്കുന്ന രീതിയിൽ ഇതുപോലെ കയറിയിരിക്കണം. എന്നിട്ട് ജസ്റ്റ് അടയ്ക്കുമ്പോഴും നമുക്ക് തടസ്സങ്ങളൊന്നും നേരിടാൻ പാടില്ല. അടയ്ക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് അടയ്ക്കുന്ന രീതിയിൽ തന്നെ വേണം. സാധാരണ ഒരു ക്യാപ്പിട്ട് അടയ്ക്കുന്ന ആ ഒരു ഇത് തന്നെ വേണം. ചെറിയ കട്ട് പോലും വരാൻ പാടില്ല. നമ്മൾ ആ ഒരു റബ്ബറിൻ്റെ ഭാഗമൊക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. കണ്ടു, ഇതുപോലെ നല്ല നൈസായിട്ട് സ്മൂത്തായിട്ട് കയറി പോകുന്ന രീതിയിൽ തന്നെ വേണം. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ഒരു ചെറിയൊരു നൂലുണ്ടായിരുന്നു. ആ നൂല് നമുക്ക് ജീവിതത്തെ ഘടിപ്പിക്കേണ്ട പരിപാടിയാണ്. മറ്റൊന്നുമല്ല, നമുക്ക് ആ നൂലെ പിടിച്ചുകൊണ്ട് വേണം ഇത് അയച്ചു വിടാൻ. അല്ലെങ്കിൽ ഈ കുപ്പിയുടെ കൂടെ ക്യാപ്പം പറഞ്ഞു നമ്മൾ ആ നൂലെ ചെറുതായിട്ട് കൈ പിടിച്ചുകൊണ്ട് വേണം, ചെറിയൊരു സപ്പോർട്ടിൽ കൈ പിടിച്ചുകൊണ്ട് വേണം നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ക്യാപ്പ് കുപ്പിയുടെ കൂടെ പറന്നു പോയാൽ കിട്ടത്തില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നമ്മൾ കുറച്ച് എംസിൽ എടുത്തിരിക്കുകയാണ്. അത് തമ്മിൽ നന്നായി കുഴയ്ക്കുക. നന്നായിട്ട് മിക്സ് ആയാലേ അതൊരു നല്ലൊരു പവർ തരത്തുള്ളൂ. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബായിട്ടും ഷെയറായിട്ടും ലൈക്കായിട്ടും എല്ലാം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കമൻ്റായി നോട്ട് ചെയ്യുക. എംസിയിൽ നന്നായി തന്നെ അടപ്പിലൊട്ടിക്കുക. ഇല്ല എങ്കിൽ നമ്മൾ പിടിക്കുന്ന സമയത്ത് ആ നൂല് അടർന്നു വരും. അതുകൊണ്ട് നന്നായി തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കുക. സെറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ബോട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എയർ പമ്പ് ഉപയോഗിച്ച് കാറ്റടിക്കാൻ പോവുകയാണ് നമ്മുടെ ബോട്ടിലേക്ക്. അങ്ങനെ നമ്മുടെ റോക്കറ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ടെസ്റ്റിംഗ്.